ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി ഇതിലെ അഭ്യാസ അതായത് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഈ ചാപ്റ്ററിൽ. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് ഉച്ചാരണം കുരുത. ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉച്ചാരണം അതായത് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വേർഡ് തരംഗൈഹി എന്ന് പറഞ്ഞാൽ വേവ്സ്. മത്സ്യജീവനഃ ഫിഷർമാൻ. വിദേശി പര്യടനകേഭ്യഃ അതായത് ഫോറിൻ ടൂറിസം പോലെ. സംഗമഃ സംഗമിക്കുന്നു. ത്രിസൃഷു മൂന്നും കൂടിച്ചേരുന്നത്. വൈദേശിക വ്യാപാരായ ഫോറിൻ ട്രേഡ്. പ്രായദ്വീപഃ പെനിൻസുല. ബംഗോപസാഗരഃ ബേ ഓഫ് ബംഗാൾ. ചന്ദ്രോദയഃ ചന്ദ്രൻ ഉദിക്കുന്നത്. അടുത്ത എക്സസൈസ് അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരം ലിഖത. ഇവിടെ തന്നേക്കണ ക്വസ്റ്റ്യന് ഉത്തരം എഴുതണം. ജനാഹ കാബിഹി ജലവിഹാരം കുർവന്തി. ആൾക്കാര് വെള്ളത്തിൽ കളിക്കുന്നത് എന്തിലൂടെയാണ്? നൗകാബിഹി ബോട്ടിലൂടെ. ഭാരതസ്യ ദീർഘതമഃ സമുദ്രതടഃ കഹ. ഭാരതത്തിലെ ദീർഘമുള്ള അതായത് നീളമുള്ള സമുദ്രം ഏതാണ്? ചെന്നൈ നഗരസ്യ മരീന തടഃ. മരീന ബീച്ചാണ്, അതും ചെന്നൈ നഗരത്തിലെ ബീച്ചാണ് ലോങ്സ്റ്റ്. ജനാഹ കുത്ര സ്വൈരം വിഹരന്തി. ജനങ്ങൾ എവിടെയാണ് എൻജോയ് ചെയ്യുന്നത്? മുംബൈ നഗരസ്യ ജൂഹു തട. ജൂഹു തട അതായത് ജൂഹു എന്ന് പറഞ്ഞ ബീച്ച് മുംബൈയിലെ. ബാലകാഹ ബാലുകാബിഹി കിം രചയന്തി. ബീച്ചില് ബോയ്സും ഗേൾസും തമ്മിൽ എന്താണ് നിർമ്മിക്കുന്നത്? ബാലുകാ ഗൃഹം അതായത് ഹൗസ് സാൻഡിൽസ്. കൊച്ചി തടഹ കേഭ്യഹ ന്യായതേ. കൊച്ചിയിലുള്ള ബീച്ചസ് എന്തിനാണ് ഫേമസ്? നാരികേല ഫലേഭ്യഹ കോക്കനട്ട് ട്രീസ്. അടുത്ത എക്സസൈസ് മഞ്ജുഷാദഹ പദാനി ചിത്വ റിക്തസ്ഥാനാനി പൂരയത. ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് താഴെ തന്നേക്കണ സെന്റൻസിൽ ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വേർഡ് ബാങ്കോപസാഗരഃ. അപ്പോൾ ആദ്യത്തെ വേർഡ് ബംഗോപസാഗരഃ ബേ ഓഫ് ബംഗാൾ. പ്രായദ്വീപഃ പെനിൻസുല. പര്യടനായ ടൂറിസം. ക്രീഡ ടോയ്. സംഗമഃ അതായത് സംഗമിക്കുന്നു. കന്യാകുമാരി തടേ ത്രയാണാം സാഗരാണാം ഡാഷ് ഭവതി. കന്യാകുമാരിയിൽ 3 സാഗരങ്ങളും കൂടി എന്താണ് സംഭവിക്കുന്നത്? സംഗമഃ സംഗമിക്കുന്നു കന്യാകുമാരിയിൽ. ഭാരതദേശഃ ഡാഷ് ഇത് കഥ്യതേ. ഭാരതദേശത്തെ എന്താണ് പറയുന്നത്? പ്രായദ്വീപഃ പെനിൻസുല. ജനാഹ സമുദ്രതടം ഡാഷ് ആഗച്ഛന്തി. ആൾക്കാർ സമുദ്രം അതായത് ബീച്ചിലേക്ക് വരുന്നത് എന്തിനാ? പര്യടനായ ടൂറിസത്തിന് വേണ്ടി. ബാലേഭ്യഃ ഡാഷ് രോചതേ. പിള്ളേർ എന്താണ് ഉണ്ടാക്കുന്നത്? ക്രീഡ പ്ലേയിങ്. ഭാരതസ്യ പൂർവദിശായാം ഡാഷ് അസ്തി. ബാങ്കോപസാഗരഃ യഥാ യോഗ്യം യോജയത. ഇവിടെ തന്നേക്കണ കുറച്ച് വേർഡ്സ് ഈ സൈഡിൽ തന്നേക്കണ വേർഡ്സ് ഈ സൈഡിൽ തന്നേക്കണതായിട്ട് മാച്ച് ചെയ്യുക. അപ്പോൾ സമുദ്രതടഹ എന്ന് പറഞ്ഞാൽ ബീച്ച്. ബീച്ചിന് എന്തിനുള്ളതാണ്? ഇവിടെ തന്നേക്കണ വേർഡ്സ് ആണ് ഇവിടെ അതിൻ്റെ റീസൺ പോലെ. അപ്പോൾ ബീച്ച് എന്തിനാ? പര്യടനായ ടൂറിസം. ക്രീഡനകം എന്ന് പറഞ്ഞാൽ ടോയ്. എന്തിനാണല്ലേ? ഖേലനായ പ്ലേയിങ് കളിക്കാൻ വേണ്ടി. ദുഗ്ധം അതായത് പാല്. എന്തിനാ? പോഷണായ പ്രോട്ടീൻസ്. ദീപകഃ ലാമ്പ്. പ്രകാശായ പ്രകാശത്തിന് വേണ്ടി. വിദ്യ എഡ്യൂക്കേഷൻ. ജ്ഞാനായ പഠിക്കാൻ അതായത് നോളജിന് വേണ്ടി. അപ്പോൾ ഇവിടെ തന്നേക്കണ കാര്യം ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ കാരണത്തിന് മാച്ചപ്പ് ചെയ്യുക. ഇവിടെ മൂന്നാമത്തെ എക്സസൈസ് തൃതീയ വിഭക്തി പ്രയോഗേന റിക്തസ്ഥാനാനി പൂരേത. ഇവിടെ ബ്രാക്കറ്റിൽ വേർഡ് തന്നിട്ടുണ്ട്. ആ വേർഡിന് തൃതീയ വിഭക്തി അത് നമ്മൾ ഫില്ല് ചെയ്യുക ഈ സെന്റൻസ് ആയിട്ട്. അപ്പോൾ വ്യോമഹ മിത്രേണ സഹ ഗച്ഛതി. മിത്രേണയാണ് തന്നേക്കണേ. മിത്ര എന്ന വേർഡിന്റെ തൃതീയ വിഭക്തി ഏകവചനാണ് മിത്രേണ. ഫസ്റ്റ് വൺ ബാലകാഹ ഡാഷ് സഹ പഠന്തി. ആൺകുട്ടികൾ ആരുടെ കൂടെയാ പഠിക്കുന്നത്? ബാലിക തന്നിട്ടുണ്ട്. അതിന് തൃതീയ വിഭക്തി ബാലികായ. അതിന് തൃതീയ വിഭക്തി ബാലികയ. ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്ന് നിന്ന് പഠിക്കുന്നു. തടാകഹ ഡാഷ് വിഭാതി. തടാകം എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്? കമൽ അതായത് ലോട്ടസ്. കമലേന താമര കൊണ്ട്. അഹം അഭി ഡാഷ് കേലാമി. ഞാനും നിന്റെ ഒപ്പം കന്തുക അതായത് ബോൾ. കന്തുകേന ബോള് വെച്ച് അതായത് തൃതീയ വിഭക്തി. അശ്വാഹ ഡാഷ് സഹ ധാവന്തി. അശ്വാഹ അശ്വേന അശ്വം അതായത് ഹോഴ്സ് തമ്മിൽ ഓടുന്നു. ധാവന്തി എന്ന് പറഞ്ഞാൽ ഓടുന്നു. അശ്വ അതിൻ്റെ തൃതീയ വിഭക്തി ഏകവചനാണ് അശ്വേന. മൃഗാഹ ഡാഷ് സഹ ചരന്തി. മൃഗാഹ എന്ന് പറഞ്ഞാൽ ഡിയർ. മൃഗേണ മൃഗമായി അതായത് മൃഗാഹ മൃഗേണ
മൃഗാഹ എന്ന് പറഞ്ഞാൽ ഡിയർ, മൃഗേണ എന്ന് പറഞ്ഞാൽ വേറൊരു ഡിയർ ആയിട്ട്, സഹചരന്തി ഗ്രേസ് ചെയ്യുന്നു, അതായത് പുല്ല് കഴിക്കുന്നു. അപ്പോൾ ഈ തന്നേക്കുന്ന വേർഡ്സിന്റെ തൃതീയ വിഭക്തിയാണ് ഈ സെന്റൻസിൽ ഫില്ല് ചെയ്യേണ്ടത്. അതാണ് ഈ എക്സസൈസ്. അടുത്ത എക്സസൈസ് അധോലിഖിതം വൃത്താചിത്രം പശ്യത. ഇവിടെ തന്നേക്കണ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാം നോക്കിയിട്ട് ഉദാഹരണാനുസാരേണ കോഷ്ടകഥൈഹി ശബ്ദൈഹി ഉചിതം രചയിത. ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പേഴ്സ് പോലെ തന്നിട്ടുണ്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓർഡറിൽ ഈ തന്നേക്കണ വേർഡ്സ്, ഇപ്പോൾ ഇവിടെ രഹീമഹ ഉണ്ട്, അതിന് ഒപ്പം ദ്വിചക്രിക, ആപണം, ഗച്ഛതി, അതുപോലെ രഹീമഹ ഹസ്ത കന്തുകം ക്ഷിപതി. അത് നമ്മളിങ്ങനെ അവരുടെ തന്നേക്കണ ഓർഡർ അനുസരിച്ച് സെൻറ്റൻസ് ഫോം ചെയ്യുക. അതിനൊപ്പം കുറച്ച് ഗ്രാമറ്റിക്കൽ ചേഞ്ചസും വരുത്തണം. അപ്പോൾ ഇവിടെ കൂടുതലും ഗ്രാമറ്റിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വിഭക്തിയാണ്. ഈ ഫസ്റ്റ് സർക്കിൾ തന്നേക്കണ വേർഡ്സിന് നമ്മൾ തൃതീയ വിഭക്തി വേണം അപ്ലൈ ചെയ്യാൻ. അത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിന് തൃതീയ, മിത്ര, ദ്വിചക്രിക, കലം, ഹസ്ത, അതിനൊക്കെ നമ്മൾ അതിന് തൃതീയ വിഭക്തി കൊടുത്തിട്ട് സെന്റൻസ് ഫോം ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഇതില് രഹി മഹാ മിത്രേണ സഹ ക്രീഡതി. ഇവിടെ നോക്ക്, രഹി മഹാ മിത്ര, മിത്രേണ മിത്രത്തിന്റെ കൂടെ, അതായത് ഫ്രണ്ടിന്റെ കൂടെ, സഹ ക്രീഡതി രഹീം അയാളുടെ ഫ്രണ്ടിന്റെ കൂടെ, ക്രീഡതി കളിക്കുന്നു. രണ്ടാമത്തെ എങ്ങനെയാ വരുന്നത്? രഹീമഹ ദ്വിചക്രികയ, ദ്വിചക്രിക എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, അതിന്റെ തൃതീയ വിഭക്തി. രഹീമഹ ദ്വിചക്രികേന ആപണം ഗച്ഛതി. രഹീം ദ്വിചക്രിക എന്ന് പറഞ്ഞാൽ സൈക്കിള്, സൈക്കിളില് ആപണം അതായത് ഷോപ്പിലേക്ക് പോകുന്നു, ഗച്ഛതി പോകുന്നു. മൂന്നാമത്തെ രഹീമഹ കലമേന പത്രം ലിഖതി. കലം എന്ന് പറഞ്ഞാൽ പേന, പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ, ലിഖതി എഴുതുന്നു. രഹീമഹ കലമേന പത്രം ലിഖതി. അടുത്തത് രഹീമഹ ഹസ്തേന കന്തുകം ക്ഷിപതി. കൈകൊണ്ട് കന്തുകം ബോള് എറിയുന്നു, ക്ഷിപന്തി. രഹീമഹ നൗക ജലവിഹാരം കരോതി. നൗക അതിന്റെ തൃതീയ നൗകേന. രഹീമഹ നൗകേന ജലവിഹാരം കുർവന്തി. രഹീമഹ നൗകേന ജലവിഹാരം കരോതി. ബോട്ടിലൂടെ ജലവിഹാരം, വെള്ളത്തിൽ പോകുന്നു അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നു. രഹീമഹ ചഷകേന ജലം പിബന്തി. ചഷകഹ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, അതിന്റെ തൃതീയാണ് ചഷകേന. രഹീമഹ ചഷകേന ജലം പിബതി. രഹീമഹ തൂലിക ചിത്രം രചയിതി. രഹീമഹ തൂലികേന ചിത്രം രചയിതി. രഹീമഹ തൂലികയാ ചിത്രം രചയിതി. അതുപോലെ ലാസ്റ്റ് വൺ രഹീമഹ വായുയാനേന, അതായത് ഫ്ലൈറ്റ്. യഹ ഇന്നലെ അഗച്ഛത് വന്നിരുന്നു. രഹീമഹ വായുയാനേന യഹ അഗച്ഛത്, ഇന്നലെ ഫ്ലൈറ്റിലൂടെ രഹീം വന്നു. അപ്പോൾ ഈ ഓർഡറിൽ വേണം ഈ ഗ്രാഫ് നോക്കിയിട്ട് ഫസ്റ്റ് തന്നേക്കണ സർക്കിളിലെ വേർഡ്സ് തൃതീയ വിഭക്തിയിലാക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക, നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യുക. അതാണ് ഈ എക്സസൈസ്. ഇങ്ങനെ നോക്കണം. രഹീമഹ മിത്രേണ സഹ ക്രീഡതി. രഹീമഹ ദ്വിചക്രികയ ആപണം ഗച്ഛതി. രഹീമഹ കലമേന പത്രം ലിഖതി. അങ്ങനെ എല്ലാം ഈ 8 എണ്ണവും നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. അടുത്തത് കോഷ്ടകാത് ഉചിത പ്രയോഗേണ റിക്തസ്ഥാനാനി പൂരയത. ആദ്യത്തെ കോഷ്ടകാത് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ തന്നേക്കണ വേർഡ്സ്, ഉചിതമായിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക ഈ സെന്റൻസിൽ. ധനികഹ ഡാഷ് ധനം ദദാതി. ധനികനായിട്ടുള്ള ആൾക്കാർ ആർക്കാ? നിർധനം എന്നുണ്ട്, നിർധനായ എന്നുണ്ട്. നിർധനായ എന്നായിരിക്കും വരുന്നത്, അതായത് നിർധനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ധനം, വെൽത്ത് കൊടുക്കുന്നു, കാശ് കൊടുക്കുന്നു. ബാലഹ ഡാഷ് വിദ്യാലയം ഗച്ഛതി. പഠനായ എന്നുണ്ട്, പഠനേന എന്നുണ്ട്. പഠനായ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട്, പഠനായ. സജ്ജനാഹ പരോപകാരായ ജീവന്തി. പരോപകാരത്തിന് വേണ്ടിയിട്ടാണ് നല്ല ആൾക്കാർ ജീവിക്കുന്നത്, പരോപകാരം ചെയ്യാൻ. പ്രധാനാചാര്യ ഛാത്രാണാം പാരിതോഷികം യച്ഛതി. പ്രധാനാചാര്യ എന്ന് പറഞ്ഞ പ്രിൻസിപ്പള് സ്റ്റുഡൻസിനായിട്ട് പാരിതോഷികം, പ്രൈസ് കൊടുക്കുന്നു. ഡാഷ് നമഹ ശിക്ഷകം നമഹ ടീച്ചേഴ്സിനെ നമിക്കൂ.